ഇനി പ്രധാനമായിട്ട് നാളെ രാവിലെ മുതൽ എന്ത് ചെയ്യും? ഈ നക്ഷത്രം കണ്ട് രാജാക്കന്മാർ ഈശോയെ ആരാധിക്കാൻ വന്നു. എന്തായിരുന്നു ആ നക്ഷത്രം? എന്താ നക്ഷത്രം തൂക്കണതിന്റെ അർത്ഥം? ക്രിസ്മസിന് എല്ലാവരും നക്ഷത്രം തൂക്കണ്ട്. വല്ലതും അറിഞ്ഞിട്ടാണോ തൂക്കണേ? എന്താണ് തൂക്കണേ? ജ്ഞാനമാണത്. ജ്ഞാനം. എന്തിനെ കുറിച്ചുള്ള ജ്ഞാനം? ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം. ആ നക്ഷത്രം കണ്ടപ്പോൾ ജ്ഞാനികളായ രാജാക്കന്മാർക്ക് മനസ്സിലായി, മറ്റാർക്കും മനസ്സിലായില്ല. അവര് ജെറുസലേമിൽ വന്നപ്പോഴാണ് രാജാവിന് തന്നെ എന്ത്, എന്റെ രാജ്യത്ത് വേറൊരു രാജാവ് ജനിക്കാൻ പോകുന്നു, അത് ഞാൻ അനുവദിക്കില്ല. കണ്ടോ, അപ്പോഴേ തുടങ്ങി ഡിസ്പ്യൂട്ട്. അവസാനം ആ നക്ഷത്രം അവരെ കൊണ്ടുചെന്ന് നിർത്തിയത് ഒരു രാജകൊട്ടാരത്തിൽ നിന്ന് ഇറക്കി അടുത്ത രാജകൊട്ടാരം എവിടെയെന്ന് അന്വേഷിച്ചിട്ട് രാജാവ് പറക്കുന്നത് എവിടെയാ? ഒരു കാലിത്തൊഴുത്തിന്റെ. പക്ഷേ നക്ഷത്രം കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തു. ആ കാലിത്തൊഴുത്തിന്റെ അവിടെ ചെന്നപ്പോ ഈ ജ്ഞാനത്തിന്റെ രാജാവായ യേശു കാലിത്തൊഴുത്തിൽ പിള്ളക്കച്ചകളിൽ കിടക്കുന്നത് കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ജ്വലിക്കുകയാണ് ആ പ്രകാശം. അവർക്ക് നല്ല കൃത്യമായി മനസ്സിലായി, അതാണ് രാജാവ്. എങ്ങനെ മനസ്സിലായി? അതാണ് ജ്ഞാനം. അത് കഴിഞ്ഞ് അവർ രാജാവിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞതനുസരിച്ച് പോകുമ്പോൾ വഴിക്ക് പറഞ്ഞു, നിങ്ങൾ ആ വഴിക്ക് പോകരുത്, അപകടം. അവർ ചോദിച്ചു, നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ച കാര്യമല്ലേ, പോകാതിരിക്കാൻ പറ്റുമോ? രാജാക്കന്മാർ വാക്കുകൊടുത്ത വാക്കല്ലേ? പക്ഷേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആ വഴിക്ക് പോകരുത്, നിങ്ങൾ മറ്റൊരു വഴിയിലൂടെ പോവുക. അതാണ് ജ്ഞാനം. അപ്പോൾ ഇത്രയും നമ്മൾ കേട്ട സ്ഥിതിക്ക് നാളെ മുതൽ നമ്മൾ മറ്റൊരു വഴിയിലൂടെ നീങ്ങണം. ഇതാണ് കഴിയുന്നതും വെളുപ്പിനെണിക്കുക. 4 മണിക്കോ 4:30-ക്കോ 5:30-ക്കോ 6 മണിക്കോ ആയാലും എണീറ്റാൽ ആദ്യം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ വ്യക്തിപരമായ പ്രാർത്ഥന സാധിക്കുന്നവർ പ്രാർത്ഥിക്കുക. പിന്നെ പുതിയ നിയമം ഒരു പ്രാവശ്യം വായിക്കുക. ഇനി ഒരു ഹോംവർക്കായിട്ട് എവിടെയെല്ലാം എഴുതിയിട്ടുണ്ടോ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിലേക്ക് പോകുക. അപ്പോൾ നമുക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. ഈ പ്രാർത്ഥനാ കടലാസിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഒരു ഇമെയിൽ എഴുതാം. ഇത്ര എഴുതിയാലും മതി. എന്നോടൊന്ന് സംസാരിക്കാമോ? നിങ്ങളുടെ ഫോൺ നമ്പർ അതിനകത്ത് എഴുതാട്ട് എനിക്ക് ഇമെയിൽ അയക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോലാം. ഞാൻ ഈ 2 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ജൂൺ മാസം 7-ാം തീയതി ഞാൻ ഇവിടുന്ന് യൂറോപ്പിലേക്ക് പോകും. പിന്നെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും മാസം അവസാനം തന്നെ വരും ഇന്ത്യയിൽ വീണ്ടും. അങ്ങനെ വന്നും പോയിക്കൊണ്ടും ഇരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മളുടെ ഈ പ്രോജക്റ്റ്, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് വേണ്ടി ടെലിവിഷൻ ചാനൽ ഉണ്ടാക്കണം എന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എങ്ങനെ നടക്കുമെന്ന്. പക്ഷെ ഒന്നറിയാം, തമ്പുരാൻ നടത്തും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് സമയമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഈ ധ്യാനം കഴിഞ്ഞ് എന്ത് അനുഭവം ഉണ്ടായെന്നുള്ളത് ഇപ്പോൾ അർജന്റായിട്ട് അധികം ആൾക്കാരോടൊന്നും പറയണ്ട. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്ത് നടക്കാം, ഇങ്ങനെയും പറയേണ്ടത്. വളരെ ബുദ്ധിപൂർവം കാര്യങ്ങൾ പറയണം. അല്ലെങ്കിൽ ഈ കേട്ട കാര്യങ്ങളെല്ലാം തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് 2-3 ദിവസം മിണ്ടാതിരുന്ന് ഇതിനൊന്ന് അയവിറക്കി നമ്മളിൽ തന്നെ ഒരു അനുഭവമാക്കിയിട്ട് സാവധാനം പറയും. ആദ്യം പറയേണ്ടത് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അതാണ് ആവശ്യം. രണ്ടാമത് പറയേണ്ടത് ദൈവം നമ്മളുടെ എല്ലാ പാപങ്ങളും എടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റി. ഇല്ലേ? ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സാവധാനം പറയുക. പെട്ടെന്ന് സർക്കാസ്റ്റിക് ആയിട്ട് ആരോടും ഒരു തെറ്റിദ്ധാരണയിലേക്ക് നയിക്കുന്ന മാതിരി പറയരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലോ എന്നോട് ചോദിക്കുക, ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് തരാം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ശരി, നന്ദി, നമസ്കാരം. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രത്യേകിച്ച് ആവശ്യമില്ല. അച്ഛൻ എല്ലായിടത്തും പറഞ്ഞു.